ക്ഷേത്ര പരിസരത്ത് ഉള്ള സദ്യാലയത്തിൽ ബീഫ് വിളമ്പി ബിയർ സപ്ലൈ ചെയ്തു. ഇത് ഏതാണ്ട് 50 വർഷത്തിലധികമായിട്ട് ഇടത് വലത് സഹയാത്രികരായിരുന്നു ക്ഷേത്രം ഭരിച്ചുകൊണ്ടിരുന്നത്. അത്തപ്പൂക്കളം ഇട്ടപ്പോൾ അതിൻ്റെ കൂടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി വെച്ചപ്പോൾ അതിന് എഗെയിൻസ്റ്റായിട്ട് പോലീസ് കേസ് കൊടുത്ത് ഈ നാട്ടിലെ ഏതാണ്ട് 35ഓളം ചെറുപ്പക്കാർക്ക് എഗെയിൻസ്റ്റ്, എസ്പെഷ്യലി 2 പട്ടാളക്കാരുണ്ടായിരുന്നു, അവർക്ക് എഗെയിൻസ്റ്റായിട്ട് കേസ് കൊടുത്ത് അവരെ പറക്കെഴുന്നള്ളിപ്പ് അവർ നിർത്തലാക്കി, ഇറക്കി പൂജ അവർ നിർത്തലാക്കി, ഈ പരിസരത്തൊന്നും കാവിക്കൊടി കെട്ടാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം അവർ നിർത്തലാക്കി. അത് കഴിഞ്ഞിട്ട് അലങ്കാര ഗോപുരമെന്നും പറഞ്ഞ് കോടിക്കണക്കിന് രൂപ ഭക്തരിൽ നിന്ന് പിരിച്ച് കൊല്ലം നാണി ഹോട്ടലിൽ കാണിച്ച മാതിരി ഒരു പടിപ്പുരയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ പടിപ്പുര നിർമ്മാണത്തിൽ തന്നെ ഒരുപാട് അഴിമതി ഉണ്ടെന്നുള്ളതാണ് പല കോണുകളിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പല ആക്ഷേപങ്ങൾ ഒരുപാടുണ്ടെന്നുള്ളതാണ്. അതിനകത്തിൽ 10,000 രൂപ കൊടുത്തവരുടെ എമൗണ്ട് എഴുതിയപ്പോൾ ഒരു 0 കാണാനില്ല എന്ന് പല ആൾക്കാർ പറഞ്ഞു. അതുപോലെ ഒരുപാട് അഴിമതി നോക്കി. രണ്ടാമത്തെ, ജനറൽ ബോഡിയുടെ, അതായത് ക്ഷേത്രത്തിൻ്റെ പൊതുയോഗത്തിൻ്റെ അനുമതി ഇല്ലാതെ ക്ഷേത്രത്തിൻ്റെ അസറ്റുകൾ വിൽക്കാൻ ഈ കമ്മിറ്റിക്ക് അധികാരമില്ല. എന്നിട്ടും ക്ഷേത്രത്തിൻ്റെ സ്വർണ്ണം എടുത്ത് ഇവർ വിറ്റു. അത് എന്തിനു ഉപയോഗിച്ചു എന്നുള്ള കാര്യം അറിയത്തില്ല. രണ്ടാമത്, ഈ ക്ഷേത്ര പരിസരത്തുള്ള തടികൾ ഒരു പക്ഷേങ്കിൽ ഇവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനത്തിന് ഉപയോഗം വരത്തക്ക രീതിയിലുള്ള തടികളായിരുന്നു ഉണ്ടായിരുന്നത്. അതും ഇവർ മുറിച്ച് വിറ്റിട്ട് കഴിഞ്ഞ കമ്മിറ്റിയിലുള്ള ആൾക്കാർ നോക്കുന്ന അവസരത്തിൽ ഇതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്ന അവസരത്തിൽ ഇവരുടെ ബ്രൂട്ട് മജോറിറ്റി ഉപയോഗിച്ചുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തി അവർക്ക് യാതൊരു സേവും ഇല്ലാത്ത രീതിയിൽ ഒരു 100-300 പേരോളം ഇരുന്ന് സൗകര്യമുള്ള ഒരു സദ്യാലയമുണ്ട്. അതിന് കൂടാതെ ക്ഷേത്രത്തിൻ്റെ ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ ഉപയോഗിച്ചിട്ട് അവരൊരു സദ്യാലയം ഉണ്ടാക്കി അതിപ്പോഴേ ചലന്തി പിടിച്ച് കിടക്കുകയാണെന്നുള്ള. ഇനി അത് ക്ലീൻ ആക്കണമെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പൈസയും ചെലവഴിക്കേണ്ടി വരും. അതും കൂടാതെ ഏതാണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഹിസ്റ്ററിയിൽ ഏതാണ്ട് ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപ ഇന്ന് കടക്കണിയിലാക്കിയിട്ടാണ് ഈ ഭരണസമിതിക്കാർ ഇറങ്ങിപ്പോയിരുന്നത്. കൂടാതെ ഈ ക്ഷേത്ര പരിസരത്ത് ക്ഷേത്രത്തിൻ്റെ വകയായിട്ട് കുറേ തടികളുണ്ടായിരുന്നു, അതവർ വിറ്റ് തെളിച്ചു. അല്ല, തെളിവുണ്ട്. അതായത് മരം വെട്ടി മുറിച്ചത് തെളിവല്ലേ? അത് എത്ര വിലയ്ക്കാണ് വിറ്റത് അല്ലെന്നുണ്ടെങ്കിൽ പല ആരാടിക്കുന്ന കൊട്ടേഷൻ മേടിച്ചോന്നോ അങ്ങനെയുള്ള ഒരു സിസ്റ്റമാറ്റിക് ഇല്ല. അതുപോലെ ഈ പടിപ്പുര നിർമ്മാണത്തിൽ ഒരു പർട്ടിക്കുലർ കോൺട്രാക്ടറെ ഏൽപ്പിക്കുക ചെയ്തത്. സാധാരണഗതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ളൊരു നിർമ്മിതി വരുമ്പോൾ 1, 2, 3 പേരിൽ നിന്ന് കൊട്ടേഷൻ മേടിച്ചിട്ട് അതിനെ വിചിന്തനം ചെയ്തിട്ട് വേണം അത് കൊടുക്കാൻ. അങ്ങനെയുള്ള ഒരു കോൺട്രാക്ടറെ സെലക്ട് ചെയ്ത് ആ കോൺട്രാക്ടർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ സ്വർണ്ണം വിറ്റത്, ഇപ്പം സ്വർണ്ണത്തിന്റെ വില എന്താണെന്നുള്ള കാര്യം അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നൊരു പക്ഷേ ആ സ്വർണ്ണം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിന് എന്തുമാത്രം ഉപയോഗപ്രദമായിരുന്നു. ഇന്ന് ഒരു പക്ഷേ ആ സ്വർണ്ണം എടുത്തിട്ട് ഇന്ന് ഒരു കട ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ വീട്ടിൽ കൂടായിരുന്നു. ഇതിപ്പോൾ കടക്കണിയിലാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ സംഘപരിവാർ സംഘടനകൾ നേതൃത്വം നൽകുന്ന ഭക്തജന സമിതിയിലെ 27 അംഗങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലത്ത് ഇവിടെ ഭരണം നടത്തിയ ഇന്ത്യ മുന്നണിയുടെ മുഴുവൻ ആൾക്കാരെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിലെ ഭക്തജനങ്ങൾ ഈ പൊന്നു തമ്പുരാന് സേവിക്കാനുള്ള അവസരം ഭക്തജന സമിതിക്ക് ഇവരെ ഇവിടുന്ന് തൂത്തിറക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഭക്തജന സമിതിയുടെ പേരിൽ ഈ ഇലക്ഷനെ കണ്ടസ്റ്റ് ചെയ്തത്. അതായത് ആചാര സംരക്ഷണത്തിനും ക്ഷേത്ര സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതേസമയത്ത് ഈ ഇന്ത്യ മുന്നണി അതായത് ഒരു ക്ഷേത്രം നശിച്ചു കഴിഞ്ഞാൽ അത്രയും വിശ്വാസം നശിക്കും എന്നുള്ള സിദ്ധാന്തം വെച്ചുകൊണ്ടാണ് ഇവർ ഞങ്ങൾക്ക് എഗെയിൻസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്തത്. പക്ഷേ ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഇത് മനസ്സിലാക്കി ഇവർക്ക് തക്കതായ മറുപടി കൊടുത്തു, ഇവരെ തൂത്തെറിഞ്ഞു.